അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ സ്റ്റേജിൽ കയറാൻ ഒരു ചാൻസ് കിട്ടിയേക്കാം. അതിപ്പോ എന്താണ് ആ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെട്ടത്. അതുവരെ ആ കൊച്ചിന്റെ ലൈഫ് എന്ന് പറഞ്ഞത് ഒരു ടോർച്ചറായിരുന്നു. ഐ ആം നോട്ട് ഇൻഫ്ലുവൻസർ, ഐ ആം നോട്ട് മോട്ടിവേറ്റർ. അത് ഞാൻ പർപ്പസ്ഫുള്ളി പിന്നെ അത് പറഞ്ഞില്ലാന്ന് പറഞ്ഞു. ഈ പറയുന്ന ഒരു സാധനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും തന്നെ എന്റെ വാക്കുകളല്ല. നല്ല വിവരവും ബുദ്ധിയും ബോധമൊക്കെ ഉള്ള ആരെങ്കിലും എഴുതിയ വാക്കുകൾ ചിലപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം. ഞാൻ മോട്ടിവേറ്റഡ് അല്ല. അല്ല, ഞാനിക്ക് അവിടെയൊക്കെ പേടി വിചാരിച്ചാൽ അത്ര എന്താ പറയുക കുഴപ്പക്കാരിയൊന്നും ആയിരുന്നില്ല. ഹായ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോക്ക് ഷോയിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ശബ്ദം, ലോകത്ത് എവിടെയെല്ലാം മലയാളി സാന്നിധ്യമുണ്ടോ അവിടെയെല്ലാം നമ്മുടെ കാൽപ്പാടുകൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ പതിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? ലണ്ടൻ നഗരവീതിയിൽ സുപ്രഭാതങ്ങളെ ധന്യമാക്കാൻ, ശോഭനമാക്കാൻ, ഇൻസ്പയർ ആക്കാൻ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഒരു കൊച്ചു കൂട്ടുകാരി അവിടെ കുറച്ചു നാൾ മുൻപ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ടെമ്പററി നമുക്ക് ദുബായില് സ്കൂൾ ടീച്ചറായി വന്ന് എൻ്റെ ഒരു കൂട്ടുകാരി മിസ്സിസ് രജനി നായരാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു പറിച്ചു നടൽ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? അങ്ങനെ പറിച്ചു നടൽ എന്നൊന്നും പറയാനില്ല. അത് ജസ്റ്റ് ഒരു ടെമ്പററി ഇതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിരിച്ചു പോകും. ഇത് ജസ്റ്റ് എനിക്ക് ഫാമിലിയുടെ നാട്ടിൽ പോയി വരാനുള്ള ഒരു സൗകര്യത്തിന് ഒരു പിന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കിട്ടിയപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ടെമ്പററി ഇതായിട്ട് മൂവ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അവിടെ ആർജെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് ഇവിടെ എന്താ ആർജെ ആ ഒരു ഫീൽഡിലോട്ട് എന്താ വരാതിരുന്നത്, എന്താ കയറാതിരുന്നത്? ഇവിടെ ഒരുപാട് ഇപ്പൊ ഈ UAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർജെക്ക് ഏറ്റവും കൂടുതൽ ഒരു എക്സ്പോസീവ് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ ദുബായില്. അപ്പൊ ആ ഫീൽഡിലോട്ട് എന്താ ട്രൈ ചെയ്യാതിരുന്നേ? അങ്ങനെ നോക്കിയില്ല എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം. ആർജെ അവിടെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻഡ് അല്ലായിരുന്നു. ഒരുപാട് നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു ആഗ്രഹം. അപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴത്തേക്കും നോക്കി. ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നോക്കുമ്പോ ഇവിടെ ആ ഫീൽഡിൽ ഉള്ളവരൊക്കെ തന്നെ ഓൾറെഡി ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ആ വലിയ വലിയ എന്താ പറയണ ഈ സ്രാവും തിമിങ്കലും ഒക്കെ ഉള്ളിടത്ത് നമ്മൾ അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരുടെ നമ്മളുടെ കാലിബർ കൊണ്ടുവന്നിട്ടാണല്ലോ നമ്മളും വലുതാവുന്നത്. എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ ചെറുത് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്നത് ഒരു പ്രോജക്റ്റിന്റെ ബേസ് ചെയ്ത് വന്നതായിരുന്നു. അപ്പൊ പിന്നെ ആ പ്രോജക്റ്റിന്റെ തിരക്കും അങ്ങനെ സ്കൂളിലെ ജോലിയും അങ്ങനെ എല്ലാം കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഇതിനു വേണ്ടി തൽക്കാലം ഒരു ചെറിയ ബ്രേക്ക് അതിൽ നിന്ന് എടുക്കാം എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നോക്കി. ഇവിടെ ഡയറക്റ്റ് സ്കൂൾ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ട് വന്നതാണ് ടീച്ചർ, ഫിസിക്സ് ടീച്ചറായിട്ട്, അല്ലേ? ഈ പ്രൊഫഷനാണോ ഇഷ്ടം, ആർജെ ഏതാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു ഫീൽഡ്? ശരിക്കും പ്രൊഫഷൻ എനിക്ക് വേറെ ഒന്നും അറിഞ്ഞൂടാ. ടീച്ചിങ് അല്ലാതെ വേറൊരു പ്രൊഫഷൻ എനിക്ക് അറിയില്ല. കുഞ്ഞുനാള് തൊട്ടേ ടീച്ചിങ് ആയിരുന്നു ഇഷ്ടം. പണ്ട് കുഞ്ഞായിരുന്നപ്പോ പിന്നെ മോള് കുഞ്ചിയുടെ പ്രായമൊക്കെ ആയിരുന്നപ്പോ തന്നെ ഞാൻ ഹോംവർക്ക് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ സ്റ്റുഡന്റ് ആയിട്ട് ഇരുത്തി പഠിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ഹോംവർക്ക് ചെയ്യുമായിരുന്നത്. അപ്പം അതല്ലാതെ എനിക്കൊരു ഫീൽഡ് വേറെ അറിയില്ല. പക്ഷെ പിന്നെ അത് നമ്മുടെ പ്രൊഫഷനും നമുക്ക് എന്താ പറയാ ഒരുപാട് പാഷൻസ് കാണുമല്ലോ. അപ്പൊ അവിടെ ലണ്ടനിലായിരുന്നപ്പോ തന്നെ ആണെങ്കിൽ ഇപ്പൊ നമുക്കൊരു വലിയൊരു മലയാളി അസോസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ പ്രോഗ്രാംസ് ഒക്കെ പ്രസന്റ് ചെയ്യുക എന്നുവെച്ചാൽ സ്റ്റേജിൽ കയറാൻ ഒരു ചാൻസ് കിട്ടിയാൽ കളയും. അതിനിപ്പോ എന്തായാലും വിഷയമില്ല. ഡാൻസ് കളിക്കാനാണോ, നാടകം കളിക്കാനാണോ, പ്രസംഗിക്കാനാണോ, എന്തിനാണേലും സ്റ്റേജിൽ കയറാൻ ഒരു ഓപ്ഷൻ കിട്ടിയാൽ കളയും. അപ്പൊ ഈ ആർജെ ഇങ്ങനെ ഓരോരുത്തർ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പെട്ടെന്നൊരു ഓപ്പർച്യൂണിറ്റി വന്നു. അത് കിട്ടിയപ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു എന്താ പറയുക സ്ട്രെസ് റിലീഫ് ആയിട്ട് തോന്നി. അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഈ ആർജെ ഫീൽഡില്? ശരിക്കും പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓൺലൈൻ റേഡിയോ ആണ്. അപ്പൊ എനിക്ക് അവരുടെ സ്റ്റുഡിയോയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കൽ വൈബ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പം വീക്ക്ലി 1 hour. ആ 1 hour ഇത് കോവിഡിന്റെ സമയത്ത് തുടങ്ങിയതായിരുന്നു. എന്താ പറയണേ, ഇപ്പൊ നമ്മളെല്ലാരും പൊതുവെ ഇച്ചിരി ഡിം ആയിട്ടിരിക്കുവായിരുന്നല്ലോ. അപ്പം ഈ വേൾഡിൽ നമുക്ക് ചുറ്റും നടക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറീസ്, ആ സ്റ്റോറീസ് ഒരു 2 മിനിറ്റ് 2.5 മിനിറ്റ് ആ സ്റ്റോറി പറയുക. പിന്നെ നമ്മുടെ ഹിന്ദി, മലയാളം, തമിഴ് അതിലേതിലെങ്കിലും ഒരു നല്ലൊരു മെലോഡിയസ് പാട്ട്. അപ്പൊ അതൊരു നല്ല കോംബോ ആയിട്ട് തോന്നി. ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായിട്ട് നല്ല റിവ്യൂ ഒക്കെ കിട്ടി. അങ്ങനെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോന്നു. അപ്പൊ എന്താ പറയണേ,
എല്ലായിടത്തും ഈ നെഗറ്റീവ് കേട്ടോണ്ടിരുന്നിട്ട് ചുറ്റും ആ സമയത്തും അത്രയും ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ചുറ്റും ഒത്തിരിയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെന്ന് അറിയുമ്പോൾ അതൊരു അപ്ലിഫ്റ്റ്മെന്റ് പോലെ തോന്നിയായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതങ്ങ് നല്ല ടൈം എടുക്കുമായിരുന്നു. കാരണം ഞാൻ തന്നെ ഏകദേശം അതിന്റെ എല്ലാം എഡിറ്റ് ചെയ്തും സോങ്സ് ഏതൊക്കെ വേണം എന്നൊക്കെ ഉള്ളതൊക്കെ പറയണം. അപ്പം ടൈം കൺസ്യൂമിങ് ആയിരുന്നു. പക്ഷെ എന്നാലും അത് കഴിഞ്ഞിട്ടൊരു ഫീഡ്ബാക്ക് വരും. ഇങ്ങനെ കാത്തിരിക്കും റേഡിയോയിൽ നിന്ന് ആളുകൾ വാട്സാപ്പ് ചെയ്ത് കമന്റ്സ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. അതിലോട്ടുള്ള എൻട്രി എങ്ങനെയായിരുന്നു ആക്ച്വലി? ഇതിപ്പം അവിടെ ചെന്നിട്ട് ഇപ്പം നമ്മൾ വേറെ ഒരു അറ്റ്മോസ്ഫിയറിൽ ചെന്നതല്ലേ, അപ്പൊ പിന്നെ ആ ഒരു എൻട്രി, അതായത് ആസ് യൂഷ്വൽ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്ത് ഓഡിഷൻ കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണോ? ഇല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു അമല എന്ന് പറഞ്ഞൊരു മലയാളി അസോസിയേഷൻ ഉണ്ടായിരുന്നു, ലേഡീസിന്റെ മാത്രം. അപ്പം അവരൊരു സീക്രട്ട് സാന്റ ഒരു ഇവന്റ് ചെയ്തു ക്രിസ്മസിന്. അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഓരോരുത്തർക്കും ഓരോ ടാസ്ക് കൊടുക്കും ചെയ്യാൻ. അപ്പൊ എനിക്ക് തന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സിനിമയെ കുറിച്ച് ഹിന്ദിയിൽ ഒരു 2 to 3 minutes സംസാരിക്കണം. അതായിരുന്നു എനിക്ക് കിട്ടിയ ടാസ്ക്. അപ്പൊ അത് വോയിസ് റെക്കോർഡ് ചെയ്ത് നമ്മുടെ ആ ഗ്രൂപ്പിൽ നമ്മൾ ഇടണം. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സിനിമയാണ് ആമിർ ഖാന്റെ താരേ സമീൻ പർ. അതിലൊരു ഡിസ്ലെക്സിക് ആയിട്ടുള്ള ഒരു കുട്ടിയെ എല്ലാവരും അവോയ്ഡ് ചെയ്യുമ്പോഴും, കാരണം നമുക്ക് എനിക്കൊന്ന് നമ്മുടെ കൾച്ചറിന്റെ ഒരു ഭാഗമാണെന്ന് തോന്നി. ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ട്. പക്ഷെ ഒരു കുട്ടി പഠിച്ചില്ല എങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന വാക്ക് അവൻ മടിയനാണ്, അവന് വയ്യാഞ്ഞിട്ടാ, അല്ലെ? അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളത് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അപ്പൊ അങ്ങനെ ഒരു ഇതിലിരുന്ന്, കാരണം ഇത് ഇച്ചിരി പഴയ സിനിമയാണ്. അപ്പം ആ സമയത്ത് ഞാൻ ടീച്ചറാണ്. പക്ഷെ ആ സിനിമ കണ്ടപ്പോഴാണ് അവിടെ ടീച്ചറായിരുന്നു. ആ സമയത്ത് സിനിമ കണ്ടപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, പക്ഷേ ആ കുട്ടിക്ക് ഇത്ര ഒരു ഇതുണ്ടായിരുന്നിട്ട് അത് കറക്റ്റ് ഒരു ടീച്ചറിന്റെ കയ്യിൽ എത്തിയപ്പോഴാണ് ആ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെട്ടത്. അതുവരെ ആ കൊച്ചിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ടോർച്ചറായിരുന്നു. അച്ഛനും മനസ്സിലാവണില്ല, അമ്മയ്ക്കും മനസ്സിലാവണില്ല. വീട്ടിൽ മൂത്ത ഏട്ടനുള്ളതാണെങ്കിൽ ഹീസ് വെരി ബ്രില്യൻറ്റ്. അപ്പം ചേട്ടൻ പഠിക്കാൻ എന്താ നിനക്ക് പഠിച്ച? നമ്മുടെ ഫാമിലിയിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ഡയലോഗാണ്, അനിയൻ പഠിക്കും പിന്നെ എന്താ അനിയത്തിക്ക് പഠിച്ചാൽ, അല്ലെ? അങ്ങനെ നമ്മൾ സ്ഥിരം കേൾക്കാറില്ലേ? അല്ലെ, അപ്പുറത്താ കൊച്ചു പഠിക്കുന്നുണ്ട്, നിനക്ക് പഠിച്ചാൽ എന്താ, അവനെ കാട്ടി ഈ സൗകര്യം നിനക്ക് ഞാൻ ചെയ്തു തരുന്നില്ലേ എന്നൊക്കെ ഉള്ള കമ്പാരിസൺ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. പക്ഷെ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഒരു ടീച്ചർ എന്നുള്ള നിലയിലൊന്നും ഞാൻ ഔട്ട് ഓഫ് ദ വേ പോയി ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു ഫീല് വന്നു എനിക്ക്. അപ്പൊ ആ സിനിമയെ കുറിച്ച് പറയുമ്പം എനിക്ക് 100 നാവാം. അപ്പൊ അത് ഞാനിങ്ങനെ ഹിന്ദിയിൽ ആ സിനിമയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അതിനകത്ത് ഗ്രൂപ്പിൽ ഇട്ടപ്പോഴത്തേക്കും ഈ ലണ്ടൻ മലയാളം റേഡിയോയിൽ RJ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു അനു എന്ന് പറഞ്ഞൊരു കുട്ടി ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, അയ്യോ എനിക്ക് രജനിയുടെ വോയിസ് നല്ല ഇഷ്ടമായി, രജനിക്ക് RJ ആയിട്ട് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ തന്നെ കേൾക്കേണ്ട താമസം, നമ്മളിങ്ങനെ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല, ആരെങ്കിലും ഒന്ന് തരുവോ എന്ന് ചോദിച്ചോണ്ടിരിക്കുമല്ലോ. അപ്പൊ ഞാൻ കേട്ട പാടെ ഞാൻ പറഞ്ഞു, ഞാൻ റെഡി എന്ന് പറഞ്ഞു. അവര് പിന്നെ അതിന്റെ കോർഡിനേറ്ററിന് അവരെന്റെ വോയിസ് അയച്ചു കൊടുത്തിട്ട് പിന്നെ പുള്ളി വിളിച്ചു. പുള്ളി കുറച്ചുകൂടെ വേറെ 1-2 സിറ്റുവേഷൻസ് തന്നിട്ട് അതിന് പറ്റിയ വോയിസ് ചെയ്ത് അയക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്ത് അയച്ചു കഴിഞ്ഞിട്ട് അവര് എടുത്തത്. എങ്ങനെ റെസ്പോൺസുകളൊക്കെ എങ്ങനെയായിരുന്നു പ്രോഗ്രാമിനെ കുറിച്ച്? അവിടെ നല്ല റെസ്പോൺസ് ആയിരുന്നു. അത് സാറ് എനിക്കിങ്ങനെ മെസ്സേജ് ഇടുക, ഇപ്പം എപ്പോഴൊക്കെയോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എത്രയാ അറൌണ്ട് 65-75 ചിലപ്പോ 80,000 ലിസണേഴ്സ് വരെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പൊ ആ നമ്പരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു ഇതാണ്. ഏകദേശം ഞാൻ എത്ര എപ്പിസോഡ്സ്, ഞാൻ ഒരു 60-62 എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു ഇടയ്ക്കൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞാൻ പിന്നെ അത് ട്വൈസ് 2 ആഴ്ച കൂടുമ്പം ഒരു പ്രാവശ്യമായിട്ട് ആക്കിയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പ്രൊഫൈലിൽ അയക്കാൻ പറഞ്ഞപ്പോ അതിൽ പ്രത്യേകമായിട്ട് എടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഐ ആം നോട്ട് ഇൻഫ്ലുവൻസർ, ഐ ആം നോട്ട് മോട്ടിവേറ്റർ. പക്ഷെ ഒരുപാട് വീഡിയോസ് ഇപ്പം ഇൻസ്റ്റയിലാണെങ്കിലും കാണുന്നുണ്ട്, ചെറിയ നല്ല വീഡിയോസ്. അപ്പൊ അത് ശരിക്കും ആ ഒരു എന്താ അങ്ങനെ ഒരു എടുത്തു പറയാൻ എന്താ കാരണം? ആക്ച്വലി അത് നല്ല ഇൻസ്പയറിംഗ് വീഡിയോസ് ആണ്, അത് മോട്ടിവേഷൻ വീഡിയോസ് ആണ്, എല്ലാം ആണല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പവർ ഓഫ്
സ്പീച്ച് ശരിക്കും ആ വോയിസിൽ നന്നായിട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് വൈബ് വരുന്നൊരു വീഡിയോസ് തന്നെയാണ്. അപ്പൊ ഞാൻ അത് ഇൻട്രോ കൊടുക്കുമ്പോൾ ഞാൻ ഇപ്പൊ ഇങ്ങനെ കൊടുക്കണോ അങ്ങനെ കൊടുക്കണോ, അപ്പൊ അത് പിന്നെ അത് ഞാൻ പർപ്പസ്ഫുള്ളി പിന്നെ അത് പറഞ്ഞില്ല എന്ന് മാത്രം. അല്ല, അത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞ ഞാൻ ടിക്ടോക്കിലല്ല ഇൻസ്റ്റയിൽ ഞാൻ അക്കൗണ്ട് തുടങ്ങുന്നത് എന്റെ ഷോയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ്. അപ്പം ആ തേഴ്സ്ഡേ ഇന്ന സമയത്ത് ഷോ ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ തുടങ്ങിയ ഒരു സംഭവമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. സാധാരണ ജസ്റ്റ് ഇങ്ങനെ എന്റെ ഷോ ഇപ്പോഴാണ് എന്ന് പറയാതെ, അപ്പൊ എനിക്ക് പണ്ടേ ഉള്ള ഒരു സ്വഭാവമാണ്, ഞാൻ എന്തെങ്കിലും കോട്സ് എവിടെയെങ്കിലും വായിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ എന്റെ ബുക്സിൽ എഴുതിയിടും. ഇപ്പൊ നാട്ടിലൊക്കെ പോയി എന്റെ ഷെൽഫിൽ പോയിരിക്കും എന്റെ പഴയ ബുക്സിൽ നോക്കിയാൽ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഇഷ്ടം പോലെ കോട്സ് എഴുതിയിട്ടിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു വെറൈറ്റി. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു കോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആ വേർഡിങ്സ് ആയിട്ട് തന്നെ അങ്ങ് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പൊ അതിന് പകരം എന്താ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും RJ അല്ലേ, അപ്പം വോയിസ് ആണല്ലോ എന്റെ മെയിൻ ആയുധം. അങ്ങനെയെങ്കിൽ പിന്നെ അതിന് റൈറ്റിംഗ് ആയിട്ട് ഷെയർ ചെയ്യാതെ വോയിസ് ആയിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ അതിന് വോയിസ് കൊടുത്ത്. കാരണം ഈ പറയുന്ന ഒരു സാധനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും തന്നെ എന്റെ വാക്കുകളല്ല, നല്ല വിവരവും ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ള ആരൊക്കെയോ എഴുതിയ വാക്കുകൾ. ചിലപ്പം അവിടെ ഇവിടെ എന്താ പറയുക, കൂട്ടിന്റെ ഇടയ്ക്ക് നമ്മൾ തീരെ ഇറക്കുമ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇടും എന്നുള്ളതല്ലാതെ ഇതിന്റെയൊക്കെ അവകാശികൾ വേറെയാണ്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് എനിക്കിപ്പോ ഒരുപാട് പേരുടെ മെസ്സേജ് ഒക്കെ വരും, ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്, എന്നെ ഒന്ന് എന്തെങ്കിലും പറഞ്ഞൊന്ന് മോട്ടിവേറ്റ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു വരും. പക്ഷെ എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല. കാരണം ആ ആളിന്റെ സിറ്റുവേഷൻ എന്താന്ന് കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാനുള്ള ഒരു പ്രൊഫഷണൽ കേപ്പബിലിറ്റി എനിക്കില്ല. അപ്പൊ അങ്ങനെ ഇല്ലാത്ത ഞാന് കേറി എന്താ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേ ആളിന്റെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ എനിക്ക് ഒരു കാലത്തും സ്വസ്ഥത കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ചിലരിങ്ങനെ പറയാം നിങ്ങളൊരു ഇൻഫ്ലുവൻസർ അല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയരുതോ അങ്ങനെ ചെയ്യരുതോ. അപ്പൊ ഞാൻ ഇൻഫ്ലുവൻസർ അല്ല. അവന്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇൻഫ്ലുവൻസ് ആയി പോയി കഴിഞ്ഞാൽ ഞാൻ മോട്ടിവേറ്റർ അല്ല. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ മോട്ടിവേറ്റ് ചെയ്യാനോ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് ഒരാളിന്റെ ആവശ്യം ഇല്ല. ഇപ്പൊ നമ്മളെ വീട്ടിൽ നോക്കിയാൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പേരൻസ് ആണ്. അവർക്കിപ്പോ ഒരുപാട് പഠിപ്പ് വേണമെന്നോ അല്ലെങ്കിൽ അവരൊരുപാട് കാശുള്ളവരായിരിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. ഒന്നേ നമ്മൾ എങ്ങനെ ആവണം എന്ന് തീരുമാനിക്കാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആവണ്ടെന്ന് തീരുമാനിക്കാം. ആ ഒരു ബേസ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും. അപ്പം നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് ഒരാളുടെ മോട്ടിവേറ്ററിന്റെയും ഇൻഫ്ലുവൻസറിന്റെയും ഒന്നും ആവശ്യമില്ല. പക്ഷെ ചിലർക്ക് എന്താ പറയണേ, നമ്മളിപ്പോ നല്ല ഇച്ചിരി ഒന്ന് ഡെസ്പായിട്ടിരിക്കുന്ന സമയത്ത് ചിലരുടെ നല്ല സൂതിങ് ആയിട്ടുള്ള വാക്കുകളും മെസ്സേജസും കേൾക്കുമ്പം നമുക്കൊരു റിലീഫ് തോന്നുന്നുള്ളത് സത്യമാണ്. അങ്ങനെ എന്റേത് കേട്ടിട്ട് ആർക്കെങ്കിലും റിലീഫ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ ഫീൽ ബ്ലെസ്ഡ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആ മേഖലയില് ആ ഒരു രീതിക്ക് ഞാൻ ആളായിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇത് നോവലോ അല്ലെങ്കിൽ എന്തെങ്കിലും കവിതയോ അങ്ങനെ എന്തെങ്കിലും എഴുതാറുണ്ടോ? എഴുത്തേ ഇല്ല. വായിക്കും. എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പിന്നെ ഈ ജോലി തിരക്കും കാര്യങ്ങളും കൊണ്ടൊക്കെ വല്ലപ്പോഴും ഇച്ചിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളൂ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്ക് കിട്ടിയാൽ എനിക്ക് എന്റെ അച്ഛൻ കാണാതെ ഒരു സമാധാനമില്ല. അതിപ്പം നോവൽസ് ഒക്കെ ആണെങ്കിലും ശരി, ഇപ്പൊ പഠിക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഈ ഓൺലൈൻ എഡിഷൻ പറ്റില്ല. എനിക്ക് അതിന്റെ ഫിസിക്കൽ പേപ്പർ കോപ്പി വേണം കയ്യിൽ. അപ്പം ബുക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ വായിക്കും. അതാണ് എന്റെ ഒരു മെയിൻ ഇത്. അല്ലാതെ എഴുത്ത് ഒട്ടുമേ ഇല്ല. വായിച്ചിട്ടുള്ള എന്താ പറയാ കോട്സുകളൊക്കെ ആയിരിക്കും കൂടുതൽ ഈ ഒരു മോട്ടീവ് സ്പീച്ച് ആയിട്ട്. പണ്ട് തൊട്ടേ ഞാനിപ്പോ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ ബുക്സ് ആണെന്ന് പറഞ്ഞാലും ഓൺലൈൻ ആണല്ലോ നമ്മൾ ഈ കൂടുതൽ ഈ കോട്സും സാധനങ്ങളൊക്കെ നമ്മൾ കാണുമ്പോ ഞാൻ അപ്പൊ തന്നെ അത് എവിടെയെങ്കിലും സേവ് ചെയ്തു. പിന്നെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് പഴയത് പോയി തപ്പിയെടുത്ത് ചെയ്യുന്നത്. ഫിസിക്സ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട്. അങ്ങനെയല്ലേ എനിക്ക് പറയാൻ അല്ല, അങ്ങനെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ് വരെ എനിക്ക് ഫിസിക്സ് അത്ര താല്പര്യമില്ലായിരുന്നു. സയൻസ് ഇഷ്ടമായിരുന്നു, കെമിസ്ട്രി ആയിരുന്നു 10 വരെ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്. പക്ഷെ +2 ഞാൻ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും കോളേജിലല്ല,
ഞാനൊരു ട്യൂട്ടോറിയലിൽ രാവിലെ ട്യൂഷന് പോകുമായിരുന്നു, രാവിലെയും വൈകിട്ട്. അവിടെ ട്യൂട്ടോറിയലില് ഒരു അജിത് കുമാർ സാർ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു ഇത്രയും നല്ലൊരു അമേസിങ് ആയിട്ടുള്ള ഒരു ഫിസിക്സ് ടീച്ചറായിരുന്നു. സാറിന്റെ ക്ലാസ്സിൽ 2 വർഷം ഇരുന്നതിന് ശേഷം പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ 2 വർഷം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക് ഓക്കെ, ദിസ് ഇസ് മൈ സബ്ജക്ട്, ഇതാണ് എന്റെ സബ്ജക്ട്. അങ്ങനെ എന്താ പറയണേ, എനിക്ക് ഒരു അങ്ങനെ വെച്ചാൽ വെറുപ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്നാലും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതിരുന്ന ഒരു സബ്ജക്റ്റിനോട് എനിക്ക് ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാക്കി തന്നത് അത് ചില ടീച്ചേഴ്സിന്റെ ഒരു അമേസിംഗ് ഒരു എബിലിറ്റി ആണ്. അത് നമുക്ക് ഇത് ഈ നമ്മുടെ അജിത് സാറിന്റെ അടുത്ത് താങ്ക്സ് പറയാം. ഈ ഒരു ഫിസിക്സ് ഇത്രയും ശരി. സാർ റിട്ടയർ ആയി, നാട്ടില് ഗവൺമെന്റ് സ്കൂളിൽ പ്രിൻസിപ്പൾ ആയിരുന്നു സാറ്. സാറ് റിട്ടയർ ആയി. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ പോയപ്പോ സാറിനെ പോയി കണ്ട, അന്ന് ആ വർഷമായിരുന്നു സാറിന്റെ റിട്ടയർമെന്റ്. ഇതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ തലമുറയിലത്തെ കുട്ടികളെ കാണുന്നതാണല്ലോ സ്കൂളിൽ പോകുമ്പോഴൊക്കെ. അപ്പൊ അവരുടെ ആ ഒരു ബിഹേവിയറും അല്ലെങ്കിൽ അവരുടെ നാച്ചുറും കാണുമ്പോൾ അവരതുപോലെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കാനോ എന്തെങ്കിലും ശ്രമിക്കാറുണ്ടോ? അവരത് എന്തെങ്കിലും റിയാക്ട് ചെയ്യാറുണ്ടോ? ഞാന് കഴിവതും ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എന്റെ സ്റ്റുഡൻസുമായിട്ട് ദൈവം സഹായിച്ച് ടച്ച് വുഡ് ഇതുവരെ എനിക്ക് എന്റെ സ്റ്റുഡൻസുമായിട്ട് ഭയങ്കര നല്ലൊരു റാപ്പ് വേണം, നല്ലൊരു റിലേഷനാണ്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ മാസം ഞാൻ 1.5 മാസത്തെ അവധിക്ക് ഞാൻ തിരിച്ച് ലണ്ടനിൽ പോയപ്പോ തന്നെയും ശരിക്കും പറഞ്ഞാൽ അതില് ഞാൻ നടത്തിയ ഇപ്പം ഒരു 20 മീറ്റപ്സ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ 10 കൂടുതലും എന്റെ പഴയ സ്റ്റുഡൻസിനെ കണ്ടതാണ്. അപ്പം ഒന്ന് നമ്മള് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ജനറേഷനും അവരുടെ ജനറേഷനും വ്യത്യാസം. അപ്പൊ നമ്മൾ പണ്ട് കംപ്ലീറ്റ് നമ്മൾ ഇങ്ങനെ ചെയ്തിരുന്നു, അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിനോട് കാര്യമില്ല. അപ്പൊ നമ്മൾ പറയും പണ്ടത്തെ തലമുറയ്ക്ക് അറിയില്ല പാടത്തൂടെ പോണതും വരമ്പത്തൂടെ പോണതും, കാരണം അവരിപ്പോ ഐപാഡിലാണ് ഇരിക്കുന്നത് എന്ന് പറയും. പക്ഷെ അവർക്ക് ഒരിക്കലും ആ നഷ്ടം ഫീൽ ആവില്ല. കാരണം അവരത് നമ്മള് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴല്ലേ നമുക്ക് നഷ്ടം തോന്നുള്ളൂ. അവർക്കത് അറിയില്ല, അതുകൊണ്ട് അവർക്കതൊരു നഷ്ടമല്ല. അപ്പം അവരുടെ ആ ഒരു, ഞാൻ പിള്ളേര് സ്കൂളില് ഞാൻ എന്താ നമ്മൾ +2 ആണത്, പക്ഷെ UK നമ്മളത് +2ന്റെ പരീക്ഷ എഴുതുന്നത് 12ാം ക്ലാസ്സിലല്ല, 13ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്നത് 11ാം ക്ലാസ്സിലാണ്, ഇയർ 11. കാരണം അവിടെ നമ്മുടെ നാട്ടിലെ പോലെ എന്താ LKG UKG ഇല്ല. നഴ്സറി കഴിഞ്ഞിട്ട് റിസപ്ഷൻ എന്ന് പറഞ്ഞ ഒറ്റ ഇതേ ഉള്ളൂ. അപ്പം നമ്പർ ഓഫ് ഇയേഴ്സ് നോക്കുമ്പോൾ കണക്കാണ്, പക്ഷെ ഈ റിസപ്ഷൻ കഴിഞ്ഞ് അവർ 1 പോകുന്നത് കാരണം നമ്മൾ പിന്നെ ഇയർ 11 ആണ് പറയണം GCSEക്ക്. അപ്പൊ ഇയർ 11ഉം +2 സ്കൂളിലുള്ളപ്പോഴത്തേക്കും പിള്ളേരെപ്പോഴും പറയും, ഓ എങ്ങനെയെങ്കിലും ഈ സ്കൂളിൽ നിന്ന് പോയാൽ മതി, ഇതുപോലെ എന്തൊരു റൂൾസ് ആണ് ഇവിടെ, മറ്റേതാണ് മറിച്ചതാണെന്ന് ഒരേ ബഹളമായിരിക്കും. അപ്പോഴൊക്കെ ഞാൻ സ്ഥിരം പിള്ളേരോട് പറയും, നിങ്ങൾ നോക്കിക്കോ, ഇവിടുന്ന് പോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ നിങ്ങൾ കൊതിക്കും. ഓ ഇല്ല ഇല്ല എന്നൊക്കെ പറയും. ഇപ്പൊ എനിക്ക് വരുന്ന മെയിൽസ് ഒക്കെ നോക്കിയാലും അറിയാം, മിസ് അന്ന് പറഞ്ഞതാണ്, അന്ന് ഞങ്ങൾ വിശ്വസിച്ചില്ല, പക്ഷെ ശരിക്കും കേട്ടാ സ്കൂൾ ലൈഫ് ആയിരുന്നു ബെസ്റ്റ് ലൈഫ് എന്ന് അവർ പറയും. പിന്നെ പിള്ളേരോട് ഞാൻ ഇത്രേ പറയാറുള്ളൂ. ഞാൻ സ്ഥിരം എന്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കോട്ടാണ്, ഡു യുവർ ബെസ്റ്റ്, ഫർഗെറ്റ് ദ റെസ്റ്റ്. നമ്മുടെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിലപ്പോൾ A* ആയിരിക്കണമെന്നില്ല, പക്ഷെ ആസ് ലോങ് ആസ് ഐ ക്യാൻ ജസ്റ്റിഫൈ, വേറെ ആരോടും അല്ല, ഐ ക്യാൻ ജസ്റ്റിഫൈ ടു മൈസെൽഫ്. എന്നോട് എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു, ഐ ഗോട്ട് എ C അല്ലെങ്കിൽ ഐ ഗോട്ട് എ B. പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. ഒരു ഗിൽറ്റി ഫീലിന്റെ ആവശ്യം അവിടെ ഇല്ല. ഡു യുവർ ബെസ്റ്റ്, ഫർഗെറ്റ് ദ റെസ്റ്റ് മാത്രമേ ഞാൻ പിള്ളേരോട് പറയാറുള്ളൂ. ഈ റീഡിങ് അല്ലാതെ മറ്റെന്തൊക്കെയാ ഹോബീസ് അല്ലേ? ഹോബീസ് എനിക്ക് ഡാൻസിങ് ഇഷ്ടമാണ്. കുഞ്ഞിലെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പറ്റിയിട്ടില്ല. അതുകൊണ്ട് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ നേരത്തെ ഈ സ്റ്റേജിന്റെ കാര്യം പറഞ്ഞതുപോലെ കളിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ വിടാറില്ല. ഞങ്ങളപ്പോ അവിടെ ലണ്ടനിലെ അസോസിയേഷന്റെ ഭാഗമായിട്ടൊക്കെ എല്ലാ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ നമ്മൾ ഡാൻസ് കളിക്കുമായിരുന്നു. അങ്ങനെ ഡാൻസിങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ, കുക്കിംഗ് ഇഷ്ടമാണ്. കുക്കിംഗ് നല്ല ഇഷ്ടമാണ്. ഭയങ്കര കുക്കിംഗ് ചെയ്യാറുണ്ടോ? കുക്കിംഗ് ശരിക്കും പറഞ്ഞ വീട്ടില് ചേട്ടന് എന്താ കടയിൽ നിന്ന് ആഹാരം വാങ്ങിച്ച് കഴിക്കണം അങ്ങനെ വലിയ ഇഷ്ടമല്ല. എനിക്കും എന്റെ മോക്കും ആണെങ്കിൽ സ്ഥിരം കടയിൽ നിന്ന് കഴിക്കാൻ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ചേട്ടനോട് നമ്മള് ഹൈ സ്ട്രീറ്റിൽ സാധനം വാങ്ങിക്കാൻ പോയിട്ട് വന്നപ്പോ എന്നെ കൊല്ലിയെടുത്തോ ഓൺലൈൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പൊ 2 മണിയോളമായി. അപ്പത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഞാനൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തന്നെ ഏത് കടയിൽ കയറി എന്ത് കഴിക്കാം എന്ന് ആലോചിച്ചിട്ടായിരിക്കും ഇറങ്ങാം. പുള്ളിക്കാരന് പക്ഷെ അതൊന്നും അതിന്റെ താല്പര്യമില്ല. അപ്പൊ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു,
നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ, കഴിച്ചിട്ട് ഇനി വീട്ടിൽ പോവാം. അപ്പൊ അവരുടെ ആശാന്റെ മറുപടി ഇതായിരുന്നു, അല്ല ഫ്രീസറിൽ ചിക്കൻ ഇരിപ്പില്ലേ? ഞാൻ പറഞ്ഞു ഫ്രീസറിൽ ഇരിക്കുന്ന ചിക്കൻ തന്നെത്താനെ ഇറങ്ങി വന്ന് കറിയാവില്ല, അതിന് ഡീഫ്രോസ്റ്റ് ചെയ്യണം, പിന്നെ ഇത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അത്രയൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കഴിക്കാനുള്ള ആ മൂഡ് വന്ന് പോകും. അപ്പൊ അതുകൊണ്ട് കുക്ക് ചെയ്യും വീട്ടില് സ്ഥിരം. ഇപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് ട്യൂഷൻ കാണുമായിരുന്നു. ഒരു 4-4:30 ആകുമ്പോൾ സ്കൂളിൽ നിന്ന് വരും. 5 മണിയൊക്കെ ആകുമ്പോൾ ട്യൂഷൻ തുടങ്ങും. ആ ഒരു അരമണിക്കൂർ ഗ്യാപ്പിന്റെ ഇടയിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ചെയ്ത് വെക്കും. ചപ്പാത്തിക്ക് മാവ് ഒഴിച്ച് വെക്കാനോ, ചിക്കൻ കറി വെക്കണോ, അതിന്റെ ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കാനോ അത് ചെയ്യും. പിന്നെ 7 മണിയാകുമ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വരും. അത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യും, കഴിക്കും. പിന്നെ കുക്ക് ചെയ്യണം എന്നുള്ളത് എന്താ പറയണ, പിന്നെ അത് നമ്മളങ്ങനെ സ്ഥിരം കുക്ക് ചെയ്യാതിരുന്നാലും പിന്നെ പിള്ളേരും അതൊക്കെ കണ്ടല്ലേ വളർന്നത്. അതുകൊണ്ട് പിന്നെ കുക്കിംഗ് അതിന് എനിക്ക് തോന്നുന്നു കുക്കിംഗ് ഇഷ്ടമുള്ളതും കൂടെ കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യണം. ജോലി സ്ഥലത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി. 2 ഇടിയൊക്കെ കൊടുത്ത അപ്പൊ ആരോട് നമ്മൾ ദേഷ്യം കാണിച്ചോ ഇല്ല, മുഖം കറുപ്പിച്ചോ ഇല്ല, നമ്മുടെ ഫ്രസ്ട്രേഷൻ നമ്മൾ തീർക്കുകയും ചെയ്യും. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, ഫുഡിയാണ്. എനിക്ക് എവിടെ പോണെങ്കിലും പോണ വഴിക്കെല്ലാം എനിക്ക് കഴിക്കാം ഇങ്ങനെ ആലോചിച്ചു. ഇവിടത്തെ ഏതെങ്കിലും അസോസിയേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഏതായിട്ടും മെമ്പർ ആണോ? ഇല്ല, ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട്? ഇവിടെ ഇപ്പൊ 1 വർഷം. 1 വർഷമായിട്ടുള്ളൂ അല്ലേ? അതിന് മുമ്പ് അവിടെ വന്നു പോവാറുണ്ടോ? ട്രാൻസിറ്റ് നമ്മള് നാട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ട്രാൻസിറ്റ് ദുബായ് ഉണ്ട്. ഇടയ്ക്ക് ഞാൻ കോവിഡിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ എന്റെ 2 കസിൻസ് ഇവിടെ ഉണ്ട്. ഒരാൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് പക്ഷെ വേറൊരു കസിനും, അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു താമസം. അപ്പൊ കോവിഡിന് മുമ്പ് ഞാൻ 2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ വിസിറ്റിന് വേണ്ടി വന്ന് അവരുടെ കൂടെ ഒരു 1 വീക്ക് 2 വീക്സ് അങ്ങനെ നിന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടേ ഉള്ളൂ. അല്ലാതെ പണ്ടൊരു 3 ഇയേഴ്സ് അച്ഛൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഷെട്ടി സാറിന്റെ NMC ഹോസ്പിറ്റലില്. അച്ഛൻ റേഡിയോഗ്രാഫർ ആയിരുന്നു. അപ്പൊ ഒരു 2 to 3 ഇയേഴ്സ് പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മള് വന്നില്ല, നമ്മൾ നാട്ടിൽ. ഇവിടെ ഇപ്പൊ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 1 ഇയർ ആയിട്ടുള്ളൂ. ഇപ്പൊ എത്ര നാളത്തേക്ക് വേണ്ടി ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ? മിക്കവാറും എന്റെ പ്രോജക്ട് 2 വർഷമേ ഉള്ളൂ. ആ സ്കൂളിന്റെ അതേ പ്രൊജക്ട് തന്നെയാണോ ഇവിടെ? ആ സ്കൂളിൽ ഞാനൊരു കോഴ്സ് ചെയ്തായിരുന്നു, അതിന്റെ ഭാഗമായിട്ടുള്ളൊരു പ്രോജക്ടിന്റെ. അത് 2 ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അങ്ങോട്ട് തിരിച്ച് ടെമ്പററി ആയിട്ടാണ്. ഇവിടുത്തെ ലൈഫാണോ അവിടുത്തെ ലൈഫാണോ ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ടത്? ശരിക്കും 2 സ്ഥലത്തേനും അതിൻ്റെതായ മെച്ചങ്ങളുണ്ട്. ഇവിടത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ, ഇവിടെ ഭയങ്കര ലൈഫാണ്. 24 hours ലൈഫാണ്. ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, മോള് അവിടുന്ന് വന്നപ്പോഴത്തേക്കും രാവിലെ ഒരു 2:45-3 മണിക്കാണ് വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു വണ്ടി ഓടിച്ചു വരുമ്പോഴത്തേക്കും ആ സമയത്തൊക്കെ ആരാ റോഡിൽ ഇറങ്ങിയിരിക്കണേ 2:45-3 മണിക്കൊക്കെ, ഇപ്പൊ ട്രാഫിക് ഒന്നും ഇല്ലാതെ സുഖമായിട്ട് വരാം എന്നൊരു വലിയ തെറ്റിദ്ധാരണയോടെ ഞാൻ അവിടെ വിളിക്കാൻ പോയിട്ട് വന്നു. എന്റെ പൊന്നോ, ആ 3 മണിക്കും റോഡിലൊക്കെ ആളെ വിചാരിച്ചു മനുഷ്യർക്കൊന്നും ഉറക്കമില്ല. ഒരു കാലത്ത് ഇവിടുത്തെ മനുഷ്യർക്ക് ട്രാഫിക് കുറഞ്ഞിട്ട് റോഡിലോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചാൽ അത് ഇവിടെ നടക്കണ കാര്യമല്ല. പിന്നെ എന്താ പറയണേ, എല്ലാ സാധനങ്ങളും ഈസിലി ആക്സസബിൾ ആണ്. എന്ത് വേണോ, ഇപ്പൊ ഞാൻ അവിടെ വെക്കേഷന് തിരിച്ച് അവിടെ പോയപ്പോ ഞാൻ പറഞ്ഞത്, വെളുപ്പാങ്കാലം 3 മണിക്ക് എനിക്ക് ഒരു കോക്ക് കുടിക്കണമെന്ന് തോന്നി, ഞാൻ noon minutes കുത്തുക, 10 മിനിറ്റിനകം തന്നെ ഒരു മനുഷ്യൻ കോക്ക് 3:30 മണിക്ക് വീട്ടിന്റെ വെളിയിൽ നിൽക്കും. ഭയങ്കര ആക്സസിബിലിറ്റി ആണ്. പിന്നെ ചൂടാണെങ്കിലും എന്താ പറയണ, നമുക്ക് നിന്ന വേഷത്തിൽ നമുക്ക് ഇറങ്ങിപ്പോയി എന്തെങ്കിലും വാങ്ങിക്കണോ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സേഫ്റ്റി. അതെ അതെ, ഓ മൈ ഗോഡ്, അത് ഭയങ്കര ഒരിതാണ്. പക്ഷെ അന്ന് അതേസമയം UK നോക്കുമ്പോഴത്തേക്ക്, UK ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ ടൈം അവിടെ തണുപ്പാണ്. അപ്പൊ അങ്ങനെ തണുപ്പ് വരുമ്പോഴത്തേക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങണമെങ്കിൽ ആദ്യം കാർഡിഗൻ ഇടണം, പിന്നെ അതിന്റെ പുറത്ത് ജാക്കറ്റ് ഇടണം, പിന്നെ തൊപ്പി വേണം, ഗ്ലൗസ് വേണം, സ്കാർഫ് വേണം. ഇതെല്ലാം ഇടുന്ന ആദ്യം വിചാരിക്കും പണ്ടാരം പോകണം കിട്ടിയില്ല എന്ന് വിചാരിക്കും അങ്ങനെ. പക്ഷെ അന്ന് അതേസമയം ഇപ്പൊ ഇത്രയും ബഹളമൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവിടെ നല്ല കാമാണ്. പിന്നെ എന്താ നമുക്ക് കാണാനൊക്കെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇപ്പം ഒത്തിരി നല്ല ഭംഗിയുള്ള, ഇവിടെ വന്നിട്ട് ഞാൻ മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആ ഒരു ഗ്രീനറി. അങ്ങനത്തെ ആ ഒരു സാധനം മിസ് ചെയ്യുന്നത്. അപ്പൊ 2 സ്ഥലത്തിനും എന്താണ് അതിൻ്റെതായ ഗുണങ്ങളും ഇതുമുണ്ട്. അപ്പം വീണ്ടും ഇനിയിപ്പോ തിരിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാമായിരുന്നു അങ്ങനെ മനുഷ്യനല്ലേ അല്ല, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഫ്യൂച്ചറിൽ ഇവിടെ വന്ന് റെസ്റ്റ് ഓഫ് ലൈഫ് കുറച്ച് സ്പെൻഡ് ചെയ്യണം എന്നിട്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും? ശരിക്കും പറഞ്ഞാൽ എന്റെ ലൈഫിലെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു സാധനമാണ് നെവർ സേ നെവർ.
നമ്മള് അപ്പോഴത്തെ ആ ഒരു ഇതില് നമ്മൾ പറയും എന്താ നമ്മൾ ഒരിക്കലും ഇനി ഞാനത് ചെയ്യില്ല, അല്ലെങ്കിൽ ഞാനത് ഒരിക്കലും ചെയ്യില്ല. കാരണം എന്റെ ഞാൻ കസിന്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഇവിടെ ദുബായിൽ ഞാൻ വന്നിട്ടുള്ളപ്പോ, ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഫെബ്രുവരിയിലാണ്. അപ്പൊ എനിക്ക് ഇവിടുത്തെ വെതറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ അവള് പറഞ്ഞു, എന്റെ കസിൻ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി ജാക്കറ്റും കൂടെ എടുക്കണം, ഇപ്പൊ ഇവിടെ വിന്റർ ആണ്. ഞാൻ ചോദിച്ചു എത്ര ഡിഗ്രി ഉണ്ട് ഇവിടെ? ഇവിടെ ഇപ്പൊ 18 ഉള്ളൂ. ഞാൻ ഞങ്ങളെ സമ്മറിൽ പോലെ ഞങ്ങൾക്ക് 18 ആളെ കളിയാക്കുന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഫെബ്രുവരി വാസ് അമേസിങ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ ഓഗസ്റ്റ് ആയപ്പോ ഞാൻ തന്നെ അവർക്ക് ഓഫർ ചെയ്തു, ഇത് എനിക്ക് അവധിയാ, ഞാൻ നാട്ടിൽ പോണില്ല, കൊച്ചിനെ നോക്കാൻ ആള് വേണം, ഞാൻ അവിടെ വരാമെന്ന് പറഞ്ഞു. 2 ആഴ്ച. എന്റെ പൊന്ന്, ഓഗസ്റ്റിൽ ഇവിടുത്തെ ചൂടിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ, ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടേ ഇല്ല. ഇവിടെ വന്നിട്ട് എല്ലാ സാധനവും ചൂട്. അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി തണുപ്പ് കിട്ടുന്നത്, എന്നെ ഒന്ന് ബീച്ചിൽ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. ബീച്ചിൽ ചെന്ന് വെള്ളത്തിൽ കാലെടുത്ത് വെച്ചപ്പോ അതും കൊള്ളും. അപ്പൊ അന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയത്, ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ദുബായിൽ ഓഗസ്റ്റിൽ വരില്ല. എനിക്ക് സംശയമൊന്നുമില്ലായിരുന്നു, വരില്ല ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ. ഇനി അവിടെ ആരും സംസാരിക്കണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് സ്കൂളുകാർ ടിക്കറ്റ് തന്നത് ഒരു ഓഗസ്റ്റ് ഒരു ദിവസമായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കി, നെവർ സേ നെവർ. അതുകൊണ്ട് ഒരിക്കലും ഇപ്പൊ അങ്ങനത്തെ പ്ലാൻ ഇല്ല, പക്ഷെ ഒരിക്കലും അത് ചെയ്യില്ല എന്നുള്ള കാര്യം പറയില്ല. ഫ്യൂച്ചറിൽ ഇപ്പം ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു എന്തെങ്കിലും പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്താ, ഞാനിപ്പോ എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്കും എനിക്ക് അതൊരു ഒരു ക്ലോസർ ടു ഈ ഡെപ്യൂട്ടി ഹെഡ് ടീച്ചർ അങ്ങനത്തെ ഒരു ഇന്നത്തേക്കുള്ളതാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എപ്പോഴും എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്താ പറയണ, ഈ നമ്മളെപ്പോലെ അത്രയും പ്രിവിലേജസ് ഇല്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം. അപ്പൊ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് കിട്ടുമോന്ന് അറിയില്ല. ഗവൺമെന്റിന്റെ ഒരു സ്കീം ഉണ്ടായിരുന്നു, ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കീം. നമുക്ക് ഓൺലൈൻ പഠിപ്പിക്കാം. അപ്പം നാട്ടിലൊക്കെ ഉള്ള നമുക്കൊരു ഒരു ഡിസ്ട്രിക്ട് നമുക്ക് തിരഞ്ഞെടുക്കാം, അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും, ഇപ്പൊ നമ്മുടെ സ്കൂൾ ഒരു മലാവി പ്രോജക്ട് എന്നും പറഞ്ഞ് മലാവിയില്, അത് ലണ്ടൻ ബേസ്ഡ് ആണോ? അല്ല, ഇവിടുത്തെ ദുബായ് സ്കൂളില് മലാവി പ്രോജക്ട് എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്നുണ്ട്. അപ്പം അതില് എന്താ പറയാ, നമുക്ക് അവിടെ പോയൊക്കെ വേണമെങ്കിൽ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ആണ് എൻ്റെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം. നമ്മളെപ്പോലെ അത്രയും ഇതില്ലാത്ത, പഠിക്കാൻ കഴിവുണ്ട് പക്ഷെ അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ. ഇവിടുത്തെ അസോസിയേഷൻ അതേപോലെ തന്നെ ഏതെങ്കിലും സംഘടനയായിട്ട് ബന്ധപ്പെട്ട് അതിൽ മെമ്പർ ആവാനോ അല്ലെങ്കിൽ അതിൽ കൾച്ചറൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനായിട്ടോ ട്രൈ ചെയ്യാഞ്ഞിട്ടാണോ അതോ വേണ്ടാന്ന് വെച്ചിട്ടാണോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്തില്ല, പക്ഷെ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. കാരണം പ്രത്യേകിച്ച് നമ്മള് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതല്ലേ, അപ്പൊ നമ്മുടെ കൾച്ചറും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പിള്ളേർ അറിയണമല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് ആ സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു, ഒരു ടെമ്പററി ഇതല്ലേ, കുറച്ചു നാളത്തേക്കല്ലേ ഉള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പ്രോജക്ടിന്റെ ഇതിന്റെ ഒക്കെ തിരക്കിന്റെ ഭാഗമായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. നിങ്ങളുടെ പ്രോഗ്രാം അതെ, അതുണ്ട്. അത് ഞാൻ അതെ, അത് ശരിക്കും ഒരു ബ്ലെസ്സിംഗ് ആയിരുന്നു. മാത്രമേ ശരിക്കും പറഞ്ഞാൽ അതും പിന്നെ ഈ ടിക്ടോക്ക് വഴി തന്നെ ഞാൻ പരിചയപ്പെട്ട വേറൊരു ഇക്ക ഉണ്ട്, നവാസിക്ക എന്ന് പറഞ്ഞ. അപ്പം അവരുടെ അലുമിനി അസോസിയേഷൻ ഒക്കെ ഇവിടെ നടക്കും. അവര് കുറച്ച് ഇക്കമാരും ഒരു ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ പ്രോഗ്രാം ഇതുപോലെ അവരൊരു ഒരുപാട് പേരൊന്നുമില്ല, പക്ഷെ ഒരു കുഞ്ഞു ഗ്രൂപ്പാണ്, ഒരു 15-16 പേര് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പ്. അവരുടെ ഗ്രൂപ്പിൽ അവരിങ്ങനെ കഴിഞ്ഞ വർഷം ഇങ്ങനെ കൂടിയപ്പോഴത്തേക്കും ടീച്ചറും കൂടെ വായോ എന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ ഒക്കെ പോയായിരുന്നു. അതല്ലാതെ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളുടെ പ്രോഗ്രാമിലാണ്. ഇവിടെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ നവംബർ പ്രോഗ്രാംസിന്റെ സീസൺ ആണ്. ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടുന്ന, മനസ്സിന് ഇഷ്ടപ്പെടുന്ന പല പ്രോഗ്രാംസും നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്തായാലും അത് ഞാൻ ഇവിടെ വരുന്നതിന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അവിടെ UK മലയാളി അസോസിയേഷൻ ആണെങ്കിൽ അവിടെ മലയാളി അസോസിയേഷൻ അല്ല, അവിടെ ട്രിവാൻഡ്രം അസോസിയേഷൻ മാത്രം പറഞ്ഞാൽ പോരാ, ട്രിവാൻഡ്രത്ത് ഇപ്പൊ പേരൂർക്കട ഉള്ളവരുടെ മാത്രം അസോസിയേഷൻ കാണും. അങ്ങനെ ഒത്തിരി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മോട്ടിവേഷൻ സ്പീച്ച് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. നാട്ടില് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ കൂടെ പഠിച്ചൊരു പയ്യനുണ്ട്, രാജേഷ്. അവൻ നാട്ടിൽ ട്രിവാൻഡ്രം മാറിവാനസ് കോളേജില് ഫിസിക്സിന്റെ പ്രൊഫസറാണ്. അപ്പം കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പം മാർവാനസിലെ പിള്ളേർക്ക് ഞാൻ പോയി അതുപോലെ ഒരു ക്ലാസ് എടുത്തായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ചെന്നപ്പോഴും അവിടെ ഒരു NSSന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു.
അപ്പോഴും അവിടെ പോയി ഞാനിങ്ങനെ സംസാരിച്ചായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? 1-2 ചെയ്തു. ഓൺലൈനിൽ കൂടെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പം ഒരു വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ഒരു പ്രോഗ്രാം ചെയ്തോട്ടെ, അതൊരു കുറച്ചും കൂടിയും ലെങ്തി ആയിട്ട് ഒരു 5 minutes 10 minutes ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടിയും നല്ലതല്ലേ? കുറച്ചും ഇഷ്ടമുള്ള ഫീൽഡ് അല്ലേ എന്തായാലും ആ ഒരു സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു രസല്ലേ? അതെ, ഞാൻ പിന്നെ വിചാരിക്കുന്നത് എനിക്ക് ലൈക്ക് ടു കീപ് തിങ്സ് എന്താ പറയുക ഷോർട്ട് ആൻഡ് സ്വീറ്റ്. അപ്പം ഞാൻ ഓൾറെഡി ആഴ്ചയിൽ 1-2 വീഡിയോ വെച്ചിട്ട് ഞാൻ ആളുകളെ വെറുപ്പിക്കുന്നുണ്ട്. പിന്നെ ഇനി ഞാനൊരു 5-6 മിനിറ്റ് കൂടെ ഒക്കെ ചെയ്ത ആളുകളുടെ ക്ഷമ പരീക്ഷിക്കണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഓൺലൈനിന്റെ പറഞ്ഞാൽ കണ്ടന്റ് നല്ലതാണെങ്കിൽ, കാമ്പുള്ളതാണെങ്കിൽ ഒബ്വിയസ്ലി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. എത്രയോ നല്ലതാ കണ്ടന്റ്, ആ കണ്ടന്റിന് അത് ലെങ്ത് കൂടിയാലും അവരിരുന്ന് കാണുന്ന ആൾക്കാർ ഇരുന്ന് കാണും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പാരന്റ്സ് എന്നൊക്കെ പറഞ്ഞ കുട്ടികളെ കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ളതാണ് അല്ലെ? അവരെവിടുന്നെങ്കിലും അപ്പൊ അതാണെങ്കിലും അപ്പൊ അവര് ഇതേ ട്രൈ ടു അവർക്ക് കുട്ടികൾ കാണിച്ചു കൊടുക്കാനായിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇതാവും. എന്തായാലും ബാക്കി പ്രൊജക്ട്സ് എല്ലാം എന്തൊക്കെയാ? ഡ്രീമി പ്രൊജക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ കാര്യം നടന്നുകൊണ്ടിരുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ഈ ഫീൽഡിലേക്ക് എങ്ങനെ ഇപ്പം ഇങ്ങനത്തെ വീഡിയോസ് ചെയ്ത് ഇത്ര ഇങ്ങനെ കിട്ടണം എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കലും ഇങ്ങനെ കിട്ടും എന്ന് വിചാരിച്ചു വന്ന ഒരാളല്ല. കിട്ടിയപ്പോ പിന്നെ ഞാൻ അതിന്റെ ഓളത്തിനൊത്തങ്ങ് പോയി എന്നുള്ളതേ ഉള്ളൂ. ഈ പറയുന്ന പോലെ അങ്ങനെ നാളെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്താണോ കയ്യിൽ വന്നത്, ഇപ്പൊ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ചെയ്യും, അങ്ങനെയുള്ളൂ. അപ്പൊ എന്തായാലും കുറച്ച് നല്ല എക്സ്പീരിയൻസും കുറച്ച് നല്ല ടോപ്പിക്സ് ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ചു നേരം സംസാരിച്ചു. ഇവിടെ ദുബായിലും നമ്മുടെ രഞ്ജിനിയുടെ വോയിസ് എന്താ പറയാ, നമ്മുടെ മലയാളികൾക്കിടയിൽ മാത്രമല്ല ദുബായ് മൊത്തം ആ ഒരു വോയിസ് എത്താൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു ആശീർവാദം കൊടുക്കാം, ഒരു ബെസ്റ്റ് വിഷസ് കൊടുക്കാം. ദുബായിൽ എല്ലാവർക്കും നല്ല രീതിയിൽ കേൾക്കാൻ പറ്റട്ടെ എന്ന് ഒരു അഡ്വാൻസ് വിഷ് ഞാൻ ചെയ്യുന്നു. അതിനുള്ള സൗഭാഗ്യവും അതിനുള്ള അനുഗ്രഹവും ഞങ്ങളുടെ ഞങ്ങളുടെ വിങ്ങിന്റെ മൊത്തം, ഞങ്ങളുടെ സ്പാക്സിന്റെ മൊത്തം തീർച്ചയായും എന്തായാലും ഉണ്ടാവും. അപ്പൊ ഒത്തിരി സന്തോഷം ഇത്രയും സമയം എന്റെ കൂടെ സംസാരിച്ചത്. കാരണം എനിക്ക് ഒരു രചനയുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോ എനിക്കൊരു ചെറിയൊരുണ്ടായിരുന്നു, ഭഗവാനെ ഞാനോ ഭയങ്കര ഒരു വായാടി, പക്ഷെ രജനിയും ചിത്രയും നല്ലൊരു എന്താ പറയാ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് എങ്ങനെയായിരിക്കും സംസാരിക്കാൻ പറ്റുക എന്നൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് അവിടെയായിരുന്നു പേടി, ഇടിച്ചു നിൽക്കാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നു, ആള് നമ്മൾ വിചാരിച്ച പോലെ അത്ര എന്താ പറയാ കുഴപ്പക്കാരിയൊന്നും ആയിരുന്നില്ല. ലുക്കില്ലെന്നുള്ള അത്ര മോശമല്ല, രസമായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയുള്ള ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാംസിലും ഉണ്ടാവണം. അതുപോലെ തന്നെ ഇവിടെ ദുബായിലുള്ള ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസിലൊക്കെ വരിക, സഹകരിക്കുക, കാണുക, കൂട്ടുക. ഞങ്ങളെല്ലാവരും കൂട്ടത്തോടെ ഉണ്ടാവും അവിടെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, ഒത്തിരി നന്ദി, നമസ്കാരം. അതുപോലെ താങ്ക് യു സോ മച്ച്, എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഒത്തിരി താങ്ക്സ്. നമസ്കാരം.